ാണ് ശ്രീത് പണിക്കർ. അതിൽ നിർഭാഗ്യകരം എന്ന് പറയാവുന്നത് കോൺഗ്രസിന്റെ ട്വീറ്റ് പോലും അവിടെ പ്രചരിപ്പിക്കുകയാണ്. പാകിസ്ഥാന്റെ മുൻ മന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയിൽപ്പെട്ടയാൾ തന്നെ ഫഹാദ് ഹുസൈൻ തന്നെ ഇക്കാര്യം പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു. എക്സിൽ റീട്വീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അത് INC കേരളയുടേതാണ്, കോൺഗ്രസ് കേരളയുടെ ഒരു ട്വീറ്റാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത്, ട്വീറ്റ് കാണാം, ആ ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. അതിൽ ഈ പഹൽഗാമിൽ വന്ന് ആക്രമണം നടത്തി ഇവർ തിരിച്ചു പോയപ്പോൾ അവരെ എന്തുകൊണ്ട് പിടിക്കാൻ കഴിഞ്ഞില്ല, ഇതിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു. സുരക്ഷാ വീഴ്ചയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് അതേപടി അവിടെ റീട്വീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആയുധം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു എന്നതാണല്ലോ കോൺഗ്രസ് കേരളയുടെ ട്വീറ്റാണ് കാണുന്നത്. ഫവാദ് ഹുസൈൻ ആണ് ഇത് റീട്വീറ്റ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനിലെ പ്രമുഖനായ നേതാവാണ്, ഇമ്രാൻഖാന്റെ പാർട്ടിയിൽപ്പെട്ടയാളാണ്, മുൻ മന്ത്രിയാണ് അവിടുത്തെ. പഹൽഗാമിനെ കുറിച്ച് കോൺഗ്രസ് കേരള ട്വീറ്റ് ചെയ്തതാണിത്, അതാണ് റീട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീത് പണിക്കർ, ഇത് ആയുധം കൊടുക്കലാണല്ലോ. ഇതിനു മുമ്പും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും പ്രതിപക്ഷം ആദ്യം ഇതിനെല്ലാം തന്നെ സർക്കാരിൻ്റെ ഏത് നടപടി ഉണ്ടായാലും അതിനോടൊപ്പമാണ് തങ്ങൾ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് പലപ്പോഴും ഈ രീതിയിലത്തേക്കുള്ള പല പ്രസ്താവനകളും നടത്താറുണ്ട്. അത് പല പ്രമുഖ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരാറുണ്ട്. ഇതേപോലെ തന്നെ പാർട്ടിയുടെ പല യൂണിറ്റുകളിൽ നിന്ന് വരാറുണ്ട്. ഇതെല്ലാം തന്നെ പാകിസ്ഥാൻ പാർലമെന്റിൽ അടക്കം ചർച്ചയായിട്ടുണ്ട്. പല വിഷയങ്ങളും അന്താരാഷ്ട്ര തലത്തിലേക്ക് കൊണ്ടുപോയി ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നതിന് വേണ്ടി നോക്കൂ, ഇന്ത്യയിൽ നിന്ന് തന്നെ ആഭ്യന്തരമായി പോലും ഈ രീതിയിലത്തേക്കുള്ള വിമർശനം ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, ഇവിടെ അറ്റാക്കൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ച് ബാലക്കോട്ടിലൊക്കെ തന്നെ സ്ട്രൈക്കൊക്കെ നടത്തുന്ന സമയത്ത് തെളിവ് എവിടെ എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന പല കാര്യങ്ങളും പാകിസ്ഥാനിലെ പാർലമെന്റിൽ അടക്കം തന്നെ ചർച്ചയായിട്ടുള്ളതിനെ പറ്റി മാധ്യമങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പലപ്പോഴും ഭീകരവാദത്തിനോടുള്ള ഒരു നിഷ്പക്ഷമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള തീവ്രവാദികളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു നടപടിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കില്ല എന്നൊക്കെ പറയുമെങ്കിലും പലപ്പോഴും കോൺഗ്രസിന്റെ പല പ്രതിപക്ഷ കക്ഷികളുടെ ഒക്കെ തന്നെ പ്രസ്താവനകൾ ഇതേപോലെ തന്നെ അവർക്ക് അങ്ങോട്ട് ആയുധം നൽകുന്ന രീതിയിലത്തേക്കും നമ്മുടേതായിട്ടുള്ള ഒരു പൊസിഷനെ അന്താരാഷ്ട്ര രംഗത്ത് തന്നെ ഒരുപക്ഷെ ഡൈല്യൂട്ട് ചെയ്യാൻ മതിയായിട്ടുള്ള രീതിയിലത്തേക്കുമുള്ള പ്രസ്താവനകളായി മാറുന്നുണ്ട്. ഇതിപ്പോൾ ഈ കോൺഗ്രസ് കേരളയുടെ ട്വീറ്റ് ഉണ്ട്. അതിൽ തന്നെ അവർ പറയുന്നത് ഏതാണ്ട് 200 കിലോമീറ്ററിനുള്ളിലാണ്, അതിർത്തിയിൽ നിന്ന് 200 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് പഹൽഗാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ബോർഡർ ക്രോസിംഗ് ഇഷ്യൂ മാത്രമല്ല, എങ്ങനെയാണ് ഇവർ ഇത്രത്തോളം ആയുധങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് ഈ ഓട്ടോമേറ്റഡ് മെഷീൻ ഗൺസുമായിട്ടൊക്കെ എങ്ങനെയാണ് അവർ ഇത്രയും ദൂരം കടന്നു വന്നിരിക്കുന്നത്, അപ്പോൾ എന്ത് തരത്തിലുള്ള സുരക്ഷയാണ് ഇവിടെ ഉള്ളത്, യാതൊരു വിധത്തിലുള്ള സുരക്ഷയും അവിടേക്ക് പോകുന്ന ആൾക്കാർക്ക് ഇല്ലേ തുടങ്ങിയ ചോദ്യങ്ങളാണ്. ആക്രമണത്തിലുള്ള സംശയമാണല്ലോ, പാകിസ്ഥാന്റെ പങ്കാളിത്തം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം പോലും അവിടെ വരികയാണ് കോൺഗ്രസിന്റെ ഈ ട്വീറ്റിലൂടെ. അതാണ് അവിടെ ആയുധമാക്കിയിരിക്കുന്നത് പാകിസ്ഥാനിലെ മുൻ മന്ത്രി. തീർച്ചയായിട്ടും. അതായത് ഒന്നുകിൽ അതിൽ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്യാൻ കഴിയുന്നത്, ഒന്നുകിൽ ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി ചെക്കെല്ലാം തന്നെ വെറും പ്രഹസനം മാത്രമാണ്, അതിനെ അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും തന്നെ ഇങ്ങനെയുള്ള ആയുധങ്ങളുമായിട്ട് കടക്കാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. രണ്ട്, അത് ബോർഡർ ക്രോസ് ചെയ്ത് വന്നിരിക്കുന്നതല്ല, ഡീപ്പ് ഇൻസൈഡ് ഇന്ത്യ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ, ബോർഡറിലല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടേതായിട്ടുള്ള, അതായത് നമ്മുടെ ആഭ്യന്തരമായിട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നും, അത് ഒരുപക്ഷെ വേണമെങ്കിൽ പാകിസ്ഥാൻ തന്നെ പറയുന്നത് പോലെ സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതല്ലാതെ ക്രോസ് ബോർഡർ ടെററിസം അല്ല, വെറുതെ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യ തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അറ്റാക്കാണ് എന്ന രീതിയിലത്തേക്ക് പറയാം. ഇനി ഇത് കൂടാതെ ആഭ്യന്തരമായിട്ട് ജമ്മു കാശ്മീരിനെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ലൈറ്റിൽ ചിത്രീകരിക്കുന്നതിനും അവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഇത്ര മാത്രമേ സുരക്ഷ നൽകാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ അവിടേക്ക് വരാനുള്ള പൊട്ടൻഷ്യൽ ടൂറിസ്റ്റ് ഇൻഫ്ലോ എന്ന് പറയുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയും ഒക്കെ ചെയ്യാവുന്ന രീതിയിൽ വിവിധ തലങ്ങളിൽ വ്യാഖ്യാനിക്കാവുന്ന ട്വീറ്റാണ് ചെയ്തിരിക്കുന്നത്. അതും ഏറ്റവും ദൗർഭാഗ്യകരം, ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന കേരളത്തിൽ നിന്നുള്ള വളരെ നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ചിന്തയുണ്ട് എന്ന് പറയപ്പെടുന്ന പല നേതാക്കന്മാരുമുള്ള കേരളത്തിൽ നിന്നാണ് ഇതൊക്കെ തന്നെ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഒരു ആയുധമായിട്ട് അവർ അവിടെ പ്രചരിപ്പിക്കുകയാണ്. ഇത് മാത്രമല്ല കേട്ടോ മഞ്ജുഷ്, കാരണം മറ്റ് ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ കുറേ റിറ്റാലിയേറ്ററി നടപടികൾ ഇവിടെ സ്വീകരിച്ചല്ലോ. അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന പല നയങ്ങളെയും ചോദ്യം ചെയ്തിരിക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുണ്ട്. ഇപ്പോൾ മനീഷ് തിവാരിയൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ആഗോളതലത്തിൽ ഒരു സമവായത്തിന് വേണ്ടി ശ്രമിക്കണമായിരുന്നു, അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ യൂണിലാറ്ററൽ ആയിട്ടുള്ള ഹാർഷ് സ്റ്റെപ്പുകളൊന്നും എടുക്കാൻ പാടില്ല, കാരണം അതൊക്കെ തന്നെ ഇവിടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ടെൻഷൻസ് വർദ്ധിക്കുന്നതിന് കാരണമാകുമെന്ന രീതിയിലത്തേക്കുള്ള ഒരു പൊസിഷനാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ
ഇന്ത്യ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നയം സ്വീകരിക്കുമ്പോൾ ആ നയത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു സമീപനമാണ് മനീഷ് തിവാരിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സമാനമായിട്ട് പി ചിദംബരം എത്രത്തോളം നമ്മുടെ മിലിറ്ററി റെഡിയാണ് എന്ന രീതിയിൽ അവരുടെ റെഡിനെസ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്ക് പറഞ്ഞിരുന്നു. അതായത് പെട്ടെന്ന് ഇങ്ങനെ നിങ്ങൾ മസിൽ ഫ്ലെക്സ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെ പറ്റി കാര്യമായി നിങ്ങൾ ഗാഠമായി ഇൻട്രോസ്പെക്ട് ചെയ്യൂ എന്നൊക്കെ. അപ്പം മസിൽ ഫ്ലെക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം ഒരുപക്ഷെ സർക്കാരിനില്ല എന്നാണോ, ആ രീതിയിലത്തേക്കുള്ള ഇന്റലിജൻസോ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പയർഡ്നെസ്സോ ഇന്ത്യക്കില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു സന്ദേഹം ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ പിന്നെ പലപ്പോഴും പല വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ള പല നേതാക്കന്മാരും ഡിപ്ലോമാറ്റിക് ഡയലോഗാണ് ഉണ്ടാകേണ്ടത്. അതായത് ഇത്രത്തോളം ഏകപക്ഷീയമായിട്ട് മതം ചോദിച്ചു വന്നിട്ട് കുറേയധികം ആൾക്കാരെ കൊലപ്പെടുത്തിയതിനു ശേഷവും നമ്മൾ വളരെ നയതപരമായിട്ട് ഈ വിഷയത്തിനെ കൈകാര്യം ചെയ്യുകയും രണ്ട് രാജ്യങ്ങളും തമ്മിൽ തുറന്ന ആശയവിനിമയം ഉണ്ടാകണം എന്നുമൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതെല്ലാം തന്നെ ന്യൂട്രലൈസ് ചെയ്യുകയാണ്. അതിലിപ്പോൾ ഇത്രയും വിവാദമായ പശ്ചാത്തലത്തിലായിരിക്കാം, അല്ലെങ്കിൽ അത് തിരിച്ചടി ഉണ്ടാക്കുന്നു. ഇന്ത്യയിൽ കോൺഗ്രസിന്റെ നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ പാകിസ്ഥാൻ ആയുധമാക്കുന്നു എന്ന് കണ്ടറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെതായിട്ട് ഔദ്യോഗികമായിട്ട് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അത് ജയറാം രമേശാണ്, പാർട്ടിയുടെ വക്താവ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറയുകയാണ്, ഏപ്രിൽ 24 കോൺഗ്രസ് പ്രവർത്തക സമിതി ചേരുകയും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു. അന്ന് വൈകുന്നേരം വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പാർട്ടി അധ്യക്ഷനും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും പങ്കെടുക്കുകയും പാർട്ടിയുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. ചില കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അവർ പങ്കുവയ്ക്കുന്നത് അവരുടെ കാഴ്ചപ്പാടാണ്, അല്ലാതെ പാർട്ടിയുടേതല്ല. ഇതാണ് എക്സിൽ ജയറാം രമേശ് പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ്. നേരത്തെ സിദ്ധരാമയ്യ പോലും ഇത്തരത്തിൽ ചില എതിരഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. ഈ സുരക്ഷയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞതാണ്. അതുപോലെ തന്നെ യുദ്ധത്തിന്റെ കാര്യത്തിലും അദ്ദേഹത്തിന്റെ നിലപാട് മറ്റൊന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെ തിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് എന്ന് കരുതാമല്ലോ, അല്ലെ? മഞ്ജുഷ്, ഇത് മാത്രമല്ല, നമ്മളിപ്പോ ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ കൂടാതെ മറ്റ് രണ്ട് നേതാക്കന്മാരുടെ പ്രസ്താവനകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു. വിജയ് വഡട്ടിവാർ, കോൺഗ്രസിന്റെ തന്നെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ, ഇപ്പൊ കർണാടകയിൽ നിന്നുള്ള ഒരു നേതാവ്, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു നേതാവ്, അതിൽ ഈ വിജയ് വഡട്ടിവാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേതാവ് പറഞ്ഞിരിക്കുന്നത് ഈ ഭീകരവാദികൾക്കൊക്കെ ഇങ്ങനെ മതം ചോദിക്കാനൊക്കെയുള്ള സമയമുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ ഈ അവിടെയുള്ള വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർ, നമുക്കറിയാമല്ലോ ഈ അറ്റാക്കിന് വിധേയരായിട്ടുള്ള എല്ലാ ആൾക്കാരും അവിടെ വിക്ടിംസ് ആണ്, ഈ കൊല്ലപ്പെട്ട ആൾക്കാർ മാത്രമല്ല. അപ്പൊ ഈ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാരുടെ, ഐ വിറ്റ്നസ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് മതം ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവർക്ക് നേരെ നിറയൊഴിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ഈ കോൺഗ്രസിന്റെ നേതാവ് പറയുന്നത് ഭീകരവാദികൾ അവിടെ വന്ന് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്ന സമയത്ത് അവർക്ക് ഈ മതം ചോദിക്കാനൊക്കെ സമയം കിട്ടുമോ എന്ന് അദ്ദേഹം ആശ്ചര്യപ്പെടുകയാണ്. എന്ന് വെച്ചാൽ ആ തീവ്രവാദ പ്രവർത്തനത്തിനെ കുറച്ചുകൂടി സോഫ്റ്റൻ ചെയ്യുന്നതിന് വേണ്ടി അത് മതപരമായിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നില്ല എന്ന് ആരുടെയോ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ശ്രമിച്ചു. അതേപോലെ തന്നെയാണ് TB തിമ്മപ്പൂർ. ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം കുറച്ചുകൂടി സംശയമേ ഇല്ലാതെയാണ് പറഞ്ഞിരിക്കുന്നത് തീവ്രവാദികൾ ആരുടെയും മതം ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇതും മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മതം ചോദിക്കാതെ ആയിരുന്നു അവിടെ കൊലപാതകം എന്നാണ്. അപ്പൊ ഈ രീതിയിലത്തേക്കുള്ള പ്രസ്താവനകൾ കോൺഗ്രസിന്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് കൊണ്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു സെറ്റ് ഓഫ് സീനിയർ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിനെ എല്ലാം പരിഗണിച്ചിട്ടാണ്, ഒന്ന് ആലോചിച്ച് നോക്കാം, മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള ലോക്സഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് പദവി അവകാശപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടി ഈ വിഷയത്തിൽ ഞങ്ങളുടെ മറ്റ് നേതാക്കന്മാർ പറയുന്നതൊന്നും കേൾക്കണ്ട, ഞങ്ങളുടെ അധ്യക്ഷൻ പറയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയും എന്ന രീതിയിലത്തേക്ക്. അപ്പൊ അത്രത്തോളം ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ, പലപ്പോഴും അപ്പീസിംഗ് ആയിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ ടെറർ സിമ്പതി കാണിച്ചുകൊണ്ടുള്ള കുറെ നേതാക്കന്മാർ ഇവിടെ വരുന്നതാണ് പ്രശ്നം. അതാണ് പാകിസ്ഥാൻ അവിടെ ആയുധമാക്കുന്നത്. സേനാപതി വേണു ദൗർഭാഗ്യകരമായ കാര്യമാണ്.